നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു? ബജറ്റ് വരുമ്പോൾ ചർച്ചകൾ പലപ്പോഴും അതാണല്ലോ, പ്രതീക്ഷകൾ എന്ത് കിട്ടും എന്ന ചോദ്യം തീർച്ചയായും അത് മുന്നിട്ട് നിൽക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ വയനാടിനുള്ള സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെയാണ് ഇത്തവണത്തെ ബജറ്റിൽ കേരളത്തിൻ്റെ പ്രതീക്ഷ. ഹൈവേ വികസനത്തിലും വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിലും സഹായം സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് പ്രത്യേക സഹായവും കേരളത്തിൻ്റെ പ്രതീക്ഷയിലുള്ളതാണ്. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, നമുക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ടാകും അല്ലേ? പക്ഷെ എല്ലാം നിയമങ്ങൾക്കനുസരിച്ചും നയങ്ങൾക്കനുസരിച്ചും കിട്ടേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ നമുക്ക് പ്രിഫറൻസുകളുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് എന്താണ്? വയനാട് പാക്കേജ് തന്നെയാണ് നമ്മൾ ഏറ്റവും കാര്യമായി പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് അമ്പേ തകർന്നു പോയ ഒരു ജില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെ, രണ്ട് തരത്തിലാണ് വീണ. ഒന്ന്, വയനാട് ഉണ്ടായ ഈ പ്രകൃതി ദുരന്തം, നമുക്ക് കേരളത്തെ കൊണ്ട് മാത്രം നമുക്ക് പുനരാവിഷ്കരിക്കാൻ അല്ലെങ്കിൽ ഒരു പുനർപ്രക്രിയ സാധ്യമല്ല. കേന്ദ്രത്തിന് സഹായം വേണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും സജീവമായിട്ടിരിക്കുന്നത് ആ മേഖലയിൽ തന്നെയാണ് വന്യജീവി ആക്രമണം. അതെ, ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രകൃതി ദുരന്തം, അതേപോലെ തന്നെ വന്യജീവി ആക്രമണം. ഇത് രണ്ടും തടയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ കേന്ദ്രം ഏത് തരത്തിൽ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ കേരളം ഏത് സമീപനമാണ് കേന്ദ്രവുമായി ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എയിംസ് നമ്മുടെ ഒരു ദീർഘകാല ആവശ്യമാണ്. അത് ഏത് തരത്തിൽ പരിഗണിക്കപ്പെടും? ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നയങ്ങളും അതിന് ബാധിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുമ്പോഴാണല്ലോ ഇത്തരം പദ്ധതികളൊക്കെ കേരളത്തിലേക്ക് വരിക. അപ്പോൾ അതും ഒക്കെയും സഹകരിച്ചുകൊണ്ട് കേരളം എന്തൊരുക്കി നൽകുന്നുവോ അതിനനുസരിച്ച് കേന്ദ്രത്തിൻ്റെ സഹായം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ ശബരി റെയിൽ അടക്കമുള്ള ശബരി റെയിലിന് എല്ലാ തവണയും തുക കേന്ദ്രം നീക്കി വെക്കുന്നുണ്ട്. പക്ഷേ കേരളം അതിന് കൃത്യമായി പ്രതികരിക്കുന്നില്ല തുടങ്ങിയ വാർത്തകളൊക്കെ നേരത്തെ തന്നെ വന്നതാണ്. അപ്പോൾ ഹൈവേ വികസനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് എനിക്ക് തോന്നുന്നു കാലാകാലങ്ങളിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസനം പലപ്പോഴും വരുന്നുണ്ട്. അതിനനുസരിച്ച് പക്ഷേ ഈ സംസ്ഥാനത്തെ റോഡുകൾ കൂടി മാറാത്തത് കൊണ്ട് സംഭവിക്കുന്ന കൂടുതൽ വാഹനങ്ങൾ ഹൈവേയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗതാഗത പ്രശ്നങ്ങളുമൊക്കെയാണ് ഹൈവേക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഹൈവേയുടെ വികസനമുണ്ട്, അത് കൃത്യമായി നടക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഈ നാണ്യവിളകൾ അല്ലെങ്കിൽ നെല്ലടക്കമുള്ള ഈ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ, അതിൻ്റെ വില അത് കൃത്യമായി കേന്ദ്രം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും അത് കർഷകരിലേക്ക് എത്തുന്നില്ല. നെൽകർഷകരൊക്കെ എത്രയോ തവണയായി സമരങ്ങളും അവരുടെ പരാതികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ അടിസ്ഥാന വില, ഈ നാണ്യവിളകളുടെ വില വർദ്ധിപ്പിക്കുമ്പോഴും അവർക്ക് ഇതിന്റെ വിലകളൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. നമുക്ക് വിനീഷ് എഴുതുന്നുണ്ട് വിവരങ്ങളുമായി. അതെ വിനീഷ്, എന്തായാലും ഈ സമയത്ത് ഈ ബജറ്റിന് മുൻപായി എംപിമാർ സംസ്ഥാനത്ത് നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനങ്ങളൊക്കെ സമർപ്പിക്കാറുണ്ടല്ലോ. കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ജനങ്ങൾ ഒന്നാകെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് വയനാട്ടിലെ കാര്യവും മറ്റൊന്ന് വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള സുരക്ഷയും. ഇതിനൊപ്പം തന്നെ എന്തൊക്കെയാണ് പ്രധാനമായും കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേരത്തെ വിനീഷിലേക്ക് വരാം. നേരത്തെ വീണ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് പറഞ്ഞാൽ തീരാത്തത്ര ആവശ്യമാണ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് കേരളം ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി നടപ്പാക്കാൻ കൂടി സംസ്ഥാന സർക്കാരിന് കഴിയണം. കേന്ദ്രം ഏതൊക്കെ തരത്തിൽ സഹായിച്ചാലും അക്കാര്യത്തിൽ കേരളത്തിൻ്റെ ഒരു സഹകരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ശബരി റെയിൽ, അത് കൃത്യമായി കേരളം അതിൻ്റെ വിഹിതം നൽകണം എന്നുള്ള കാര്യം കൃത്യമായി കേന്ദ്രം ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാരാണ്. ആദ്യത്തെ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ മുതൽ ഒരു വലിയ തുക കേന്ദ്രം നൽകുന്നുണ്ട്. പക്ഷേ കൃത്യമായി കേരളത്തിൻ്റെ വിഹിതം നൽകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ഥലമെടുപ്പ് കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ പദ്ധതി നീണ്ടുപോകുന്നത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം അടക്കം നിരവധി കാര്യങ്ങളിൽ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കേന്ദ്ര ബജറ്റിനെ കാത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതീക്ഷകളൊന്ന് പങ്കുവെക്കാമോ വിനീഷ്? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാനത്തിന് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വയനാട് ദുരന്തം നിലനിന്ന സാഹചര്യം മുതൽ സംസ്ഥാന സർക്കാർ വലിയ തോതിൽ സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക പാക്കേജാണ്. ഏകദേശം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് സംസ്ഥാനത്തിന് വേണ്ടതെന്ന് കേന്ദ്രത്തെ അറിയിക്കാൻ ധനവകുപ്പ് മന്ത്രി നേരത്തെ തന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഈ കടമ
കടമെടുക്കൽ പരിധി പല ഘട്ടങ്ങളിലായി രാഷ്ട്രീയമായി തന്നെ ഇടതുപക്ഷ സർക്കാർ കേന്ദ്രത്തെ വിമർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കടമെടുക്കൽ പരിധി 3% നിന്ന് 3.5% ഉയർത്തി നൽകണമെന്ന ആവശ്യം നേരത്തെ സംസ്ഥാനം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ ഈ കടമെടുക്കൽ പരിധി ഉയർത്തണമെന്ന ഒരു ആവശ്യവും കേന്ദ്രത്തിന് ഉണ്ട്. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നേരിടുന്ന ഘട്ടത്തിൽ ഈ കടമെടുക്കൽ പരിധി കൂടുതലായി ഉയർത്തി തരണം. ഒപ്പം GST നഷ്ടപരിഹാരം കൂടുതലായി തുടരണം. GST നഷ്ടപരിഹാരം നൽകുന്നില്ല എന്ന് കേന്ദ്രത്തിനെതിരെ പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ വിമർശനമുയർത്തുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് വിമർശനമുയർത്തുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ GST നഷ്ടപരിഹാരം തുടരണം എന്ന ഒരു പ്രതീക്ഷയും സംസ്ഥാനത്തിനുണ്ട്. ഒപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ പ്രത്യേകിച്ച് ഒരു 4500 കോടി രൂപയുടെ അനുമതി വേണം എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. സംസ്ഥാനത്ത് അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അത് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുമുള്ള ഒരു കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് ഈ കേന്ദ്രത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്രം തന്നെയാണ്. ആ കേന്ദ്ര നിരീക്ഷണത്തിനപ്പുറം സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തതയിൽ എത്തുക എന്ന ലക്ഷ്യവും കൂടി സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യവും കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നു. അതിനൊരു പ്രത്യേക സാമ്പത്തിക സഹായം. ഇങ്ങനെ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ വിഴിഞ്ഞം പദ്ധതിയിൽ കൂടുതൽ പണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ, കൂടുതൽ പദ്ധതികൾ, കൂടുതൽ ജോലികൾ നൽകുന്ന കേന്ദ്ര സഹായ വിഹിതങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു വിഴിഞ്ഞത്തിന് തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ വേണം. വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഒരു അധിക ധനസഹായവും സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ നെല്ലിനും കൊപ്രയ്ക്കും MSP വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം അത് നേരത്തെ തന്നെ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ അങ്ങനെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കടമെടുപ്പ് പരിധി കൂട്ടിയാൽ മാത്രമേ കൂടുതൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കേന്ദ്രം അതിന് കടിഞ്ഞാണിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കടമെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് കേന്ദ്രം കടിഞ്ഞാണിടുന്ന സ്ഥലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത് 3% നിന്ന് 3.5% ഉയർത്തി നൽകണമെന്ന പ്രധാന ആവശ്യം തന്നെയാണ് സംസ്ഥാനത്തിന് ഉള്ളത്. വിനോദ്. തീർച്ചയായും അതിന് സംസ്ഥാന സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ കടമെടുപ്പ് പരിധി കൂട്ടണം, കടമെടുക്കുന്നത് കൂട്ടണം എന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത്. പരമാവധി കടമെടുക്കാൻ സഹായിക്കണം. കേരളത്തിന് സ്വന്തമായി വിഭവ സമാഹരണമൊന്നുമില്ല. കടമെടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോകാൻ ഒരു ദിവസം പോലും പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാനം നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായി അതിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും വരുമാനം കിട്ടണമെങ്കിൽ ആ പദ്ധതികൾക്കായി പണം വേണം. പക്ഷെ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ അതില്ല. ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ പോലും പണമില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒട്ടും പണമില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്.